ഈ ഞാൻ നേരത്തെ പറഞ്ഞ തീവട്ടി ബാബുവിൻ്റെ കഥയാണ്. കുപ്രസിദ്ധ മോഷ്ടാവ് തീവട്ടി ബാബു എറണാകുളത്ത് പോലീസ് പിടിയിലായി. 200-ലധികം മോഷണ കേസിൽ അദ്ദേഹം പ്രതിയാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലാണ് ബാബുവിനെ പോലീസ് തിരിച്ചറിഞ്ഞത്. വിപിൻ സി വിജയൻ തീവട്ടി ബാബുവിൻ്റെ കഥയുമായി നമുക്കൊപ്പം ചേരുന്നു. വിജയൻ, നേരത്തെയും ഈ തീവട്ടി ബാബു ജയിലിലായിട്ടുണ്ടോ? വിപിൻ സി വിജയൻ മാത്രം പറഞ്ഞാൽ ഒരുപാട് വിജയന്മാർ ഈ നാട്ടിലുണ്ട്. പറയൂ. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ തന്നെ 40ഓളം കേസുകൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ട് ഇയാളുടെ പേരിലുണ്ട്. അവരൊക്കെ തന്നെ ഇയാളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് തോപ്പുംപടി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് പുല്ലുവഴിയിലെ ഒരു ബേക്കറിയിൽ ഇയാൾ മോഷണം നടത്തുന്നത്. അത് കമ്പിപ്പാര ഉപയോഗിച്ച് അതിനുള്ളിലേക്ക് കയറി 15,000-ഓളം രൂപയും അവിടെ ഉണ്ടായിരുന്ന മൊബൈൽ ഫോണും ഒരു ടാബ്ലറ്റും ഇയാൾ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. മോഷണം നടത്തിയ സ്കൂട്ടറിലാണ് ഇയാൾ ഇത് മോഷ്ടിക്കാനായി തന്നെ എത്തിയത്. അതിനുശേഷം ഈ സാധനങ്ങൾ കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു. അങ്ങനെ ഈ ഉടമ നൽകിയിരിക്കുന്ന പരാതിയിൽ തോപ്പുംപടി പോലീസ് FIR ഇട്ട് 1 മണിക്കൂറിനകമാണ് പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. അങ്ങനെ ഈ തീവട്ടി ബാബു പിടിയിലായിരിക്കുകയാണ്. 200ഓളം കേസുകളിൽ സംസ്ഥാനത്ത് തന്നെ ഇയാൾക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് തന്നെ പറയുന്നത്. വിവിധ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെയുള്ള അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ് തോപ്പുംപടിയിൽ നിന്ന് പിടിയിലായിരിക്കുന്നത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇയാളെ 61 വയസ്സാണ്. കൊല്ലം സ്വദേശിയുമാണ് തീവട്ടി ബാബു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.